ഒട്ടും കരുതലില്ലാത്ത കാക്കിയുടെ വാർത്തയിലേക്കാണ്. വാഹന പരിശോധനയ്ക്കിടെ അപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ പോലീസ് വഴിയിൽ ഉപേക്ഷിച്ചു പോയെന്ന് പരാതി. എറണാകുളം കണ്ണമാലി പോലീസിനെതിരെയാണ് ആലപ്പുഴ സ്വദേശികളായ യുവാക്കളുടെ പരാതി. വാഹനം തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾക്കും പോലീസുകാരനും പരിക്കേറ്റു. CPOയെ വാഹനമിടിക്കാൻ യുവാക്കൾ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. ആശുപത്രിയിൽ എത്തിക്കേണ്ട എന്ന് പറഞ്ഞത് യുവാക്കൾ തന്നെയാണെന്നും പോലീസ് പറയുന്നു. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് ആലപ്പുഴയിലേക്ക് മടങ്ങിയ കൊമ്മാടി സ്വദേശികളായ അനിൽ രാജേന്ദ്രനും രാഹുൽ സാബുവിനുമാണ് ദുരനുഭവം. എറണാകുളം ചെല്ലാനം ഹാർബറിന് സമീപത്ത് രാത്രി 1:30 പോലീസ് ബൈക്കിന് കൈ കാണിച്ചു. നിർത്താനൊരുങ്ങിയ വാഹനം പോലീസ് കടന്നുപിടിച്ചതോടെ മറിഞ്ഞു വീണു. അപകടത്തിൽ അനിലിന്റെ മൂക്കിന്റെ പാലം തകർന്നു. കണ്ണമാലി പോലീസ് സ്റ്റേഷനിലെ CPO സാബുമോനും പരിക്കേറ്റു. അനിലിനെ ആശുപത്രിയിലെത്തിക്കാൻ പോലീസ് തയ്യാറായില്ലെന്നാണ് പരാതി. പരിപാടി കഴിഞ്ഞ് വണ്ടി ഓടിച്ചിട്ട് വരുമായിരുന്നു. ഏതാണ്ട് സമയം ഒരു 1-1.5 മണി അടുത്തോളമായി. പെട്ടെന്നാണ് ഒരു പോലീസുകാരൻ ഡ്രൈവർ പുള്ളിക്കാരൻ കോൺസ്റ്റബിളാണ്. പുള്ളി നേരെ റോഡിന് അടുക്കോട്ട് വന്നത്. പറ്റാത്തപ്പോൾ നമ്മൾ കാണുന്നത് കൈ കാണിച്ച് നമ്മൾ സ്റ്റോ ചെയ്ത് വരികയും പുള്ളി കൈക്കറി പിടിച്ച് വലിച്ചിടുകയാണ് ചെയ്തത്. ആ ഒരു വീഴ്ചയിൽ തന്നെ പുള്ളിയും മലനടിച്ച് വീണു. ഞാനും വീണു, എൻ്റെ കൂട്ടുകാരും വീണു. അവൻ്റെ ഹെൽമെറ്റ് ഒരു ഊരിപ്പോയി. ആരോപണം കണ്ണമാലി പോലീസ് നിഷേധിച്ചു. വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാർക്കിടയിലേക്ക് യുവാക്കൾ ബൈക്ക് ഇടിച്ചു കയറ്റിയെന്നാണ് വിശദീകരണം. പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കാമെന്ന് പറഞ്ഞെങ്കിലും യുവാക്കളാണ് വേണ്ടെന്ന് പറഞ്ഞതെന്നും പോലീസ് പറയുന്നു. പോലീസുകാരെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന് ഇരുവർക്കുമെതിരെ കേസെടുത്തു. അനിലിനെയും CPO സാബുമോനെയും ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കി. പോലീസിനെതിരെ അനിലിന്റെ കുടുംബം DGPക്ക് പരാതി നൽകി. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.